അമേരിക്കയുടെ കാട്ടുതീയുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ ബാഹ്യശക്തികളുടെ ഇടപെടലൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാണ് ആ പ്രാഥമികമായിരിക്കുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത്. 30 മണിക്കൂറോളമെങ്കിലും കത്തിപ്പടർന്നിരിക്കുന്ന ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. തടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കെടുത്താൻ വേണ്ടിയിട്ടോ തങ്ങൾക്ക് സർക്കാർ സാധിക്കാത്ത വലിയ രീതിയിലുള്ള പരാജയമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: നെക്സലോൺ പട്ടണം ഗ്യാസ് ചേംബർ പോലെയായി. കത്തിപ്പടർന്ന് പുകപടലം മൂടിക്കിടക്കുന്ന കാരണത്താൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേലിക്ക് പോലും കാണാൻ സാധിക്കാത്ത വിധമാണ് യഥാർത്ഥത്തിൽ ഈ മേഖല തീ വീഴുങ്ങിയത്. ഏതെങ്കിലും ബാഹ്യശക്തിയുടെ ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ രണ്ടാം ഘട്ടത്തിൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞതോടനുബന്ധിച്ച് ഫലസ്തീൻ ഇടപെടലാണ് തീപിടുത്തത്തിന് കാരണമെന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അതോടുകൂടി ഈ സംഭവങ്ങളൊക്കെ ചൂടുപിടിച്ചു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. 5000-ഓളം പേരെയെങ്കിലും സർക്കാർ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്.